മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 28 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ ആ വാക്യത്തിനകത്ത് ഞാൻ അത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങൾക്ക് വഴിയായി സ്പാനിയയിലേക്ക് പോകും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഇവിടെ അവിടെ നിന്ന് കളക്ട് ചെയ്ത ഐഹിക നന്മകളിലെ ഒരു പാർട്ട് അത് യെരുശലേം സഭയ്ക്ക് കൊടുക്കാനായിട്ട് പൗലോസ് വന്ന് കൊടുത്തതിന് ശേഷം നിങ്ങളെ വിസിറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതും അവിടെ അധികം നാൾ ഉണ്ടെന്ന് പറയുന്നില്ല, റോമിൽ അധികം നാൾ ഉണ്ടെന്ന് പറയുന്നില്ല. അവിടെ നിന്ന് പെട്ടെന്ന് സ്പെയിനിലേക്ക് പോകും. ജാതികളുടെ അതിനോട് ചേർന്ന് തന്നെ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോട് വരും എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ സഹോദരന്മാരെ, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്തിൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ നിന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന എന്നോട് പോരാടണമെന്നും നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെയും ആത്മാവിൻ്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സമാധാനത്തിന് ദൈവം നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ. അവസാനം വരെ ഞാൻ വായിച്ചു. ഇതിൽ ജാതികളിൽ നിന്നുള്ള സംഭാവന കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഗിവിങ് ടു ഗോഡ് ഈസ് എ വർഷിപ്പ്, ഒരു സ്പിരിച്വൽ വർഷിപ്പാണ്. ദൈവത്തിന് കൊടുക്കുന്നത് ഒരു സ്പിരിച്വൽ വർഷിപ്പാണ്. ഹൃദയം പരിവർത്തനം വന്നവർക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റും. നമ്മൾ പണത്തോട് വലിയ അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴേ നമുക്ക് ഗിവിങ് എന്ന് പറയുമ്പം നമുക്ക് ഹർട്ടുണ്ടാവും, ശരിക്കും ഹർട്ടുണ്ടാവും. എന്നാൽ ദൈവം നമ്മൾ പഠിഞ്ഞിരിക്കുന്നത്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ 10-1 കൊടുത്തിട്ട് ബാക്കി എനിക്ക് തോന്നിയ പോലെ ജീവിക്കാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യൻ ഗിവിങ്ങിനെ കുറിച്ച് ഒരുപാട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ശരിക്കും നമ്മളെ കാര്യവിചാരത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എല്ലാം ദൈവത്തിൻ്റേതാണ്. നമുക്കറിയാം എത്രയോ പേര് സമ്പത്ത് കുമിഞ്ഞുകൂടി അല്ലെങ്കിൽ സമ്പത്ത് ബാങ്കിൽ ഇട്ടിട്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം 30 വയസ്സ് തൊട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും കാണുന്നതാണ്. നമുക്ക് പത്രങ്ങളൊക്കെ എടുത്തു നോക്കി അറിയാം മരണത്തിൻ്റെ റേറ്റും അതിൻ്റെ ഏജും ഒക്കെ എത്ര മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്താണ് നമ്മൾ ഈ സമ്പത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അനുഭവിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും അനുഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമ്പത്തെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതായത് നമ്മൾ ഇത് മുഴുവൻ ദൈവത്തിൽ കൊടുത്ത് ആവശ്യമുള്ള ദൈവത്തിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്ത്യൻ പോളിസി. എന്ന് വെച്ചാൽ ശരിക്കും ഒരു കാര്യവിചാരത്വമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാതെ 10-1 എനിക്ക് തരുന്ന 10-1 ദൈവത്തിന് കൊടുക്കാം, ഈ ദൈവത്തെ അത് കൊടുത്തങ്ങ് പ്രസാദിപ്പിച്ച് സാറ്റിസ്ഫൈ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അവിടെയാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറേണ്ടത്. ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ മുഴുവൻ ദൈവത്തിന് കൊടുക്കാനായിട്ട് പഠിക്കണം. അവിടെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് മണി, അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, ദൈവത്തിൻ്റെ കയ്യിൽ ആ കീ അങ്ങ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ കാറിൻ്റെ കീ കൊടുത്ത് ഡ്രൈവ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ ആ പേഴ്സിൻ്റെ അങ്ങ് ഫുള്ളായിട്ട് കൊടുത്തിട്ട് നമ്മൾ മാന്യമായി ജീവിക്കാനുള്ളത് ദൈവത്തിൽ നിന്ന് വാങ്ങുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോഴേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഭാ പിതാക്കന്മാർ, സഭാ നേതാക്കന്മാർ, ചർച്ച് ലീഡേഴ്സ്, പാസ്റ്റേഴ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു എക്സ്ട്രാ വെഗൻസി അല്ലെങ്കിൽ ദരിദ്രരെ ഓർക്കാതെ ജീവിക്കുന്ന ഒരു അനുഭവമാണ്. ഇവിടെ പൗലോസ് അതിന് വലിയൊരു മാതൃക കാണിക്കുകയാണ്. ദരിദ്രരെ ഓർക്കാതിരിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അവരൊക്കെ സഞ്ചരിക്കുകയും അവരൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പേരിന് വേണ്ടി ആളെ കാണിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെങ്കിലും അതിനപ്പുറമായിട്ട് അവരുടെ വേ ഓഫ് ലിവിങ് കാണുമ്പോഴറിയാം അവർ എങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം കണക്കിടട്ടെ. കാരണം ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയും ദൈവം ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നതാണ്. നമ്മളതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ദൈവമാണ് ന്യായാധിപൻ, അവനാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ മുഴുവനായിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്ത് മുഴുവൻ ദൈവത്തിന് കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് ചോദിച്ച സഹോദരൻ്റെ സമ്പത്ത് മുഴുവൻ ദൈവത്തിന് കൊടുത്തോ? ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ധൈര്യത്തോട് പറയുകയാണ്, എൻ്റെ സമ്പത്ത് മുഴുവൻ ദൈവത്തിന് കൊടുത്തു. എനിക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് ഞാൻ എടുക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് പൗലോസ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൊടുക്കുന്ന ആത്മീയ അനുഗ്രഹം
അത് ഷെയർ ചെയ്യുമ്പോൾ അവരനുഗ്രഹിക്കപ്പെടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഇവിടെ ജാതീയ സഭകളുടെ ഈ സംഭാവന ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഫലമാണ്. ഈ ഫലത്തെ മുദ്രയിടുക എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മുദ്രയിടുക എന്നൊരു വാക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. 15:28 ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം. ഈ ബോധ്യം വരുത്തുക എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് തന്നു എന്നുള്ള റെസിപ്റ്റ് വാങ്ങുക ഒരു പരിപാടിയല്ല ഇത്. എന്ന് പറഞ്ഞാൽ ജാതികൾ തന്നിരിക്കുന്ന ഈ ഫലം, ഈ ദാനം മുദ്രയിട്ട് അവരെ ഏൽപ്പിക്കുകയാണ്. ഈ ഫലം മുദ്രയിട്ടെന്ന് വെച്ചാൽ ഇത് കലർപ്പില്ലാത്തതും അകൃത്യവുമായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. യഹൂദ വിശ്വാസികൾക്ക് ജാതീയ സഹോദരന്മാരെക്കുറിച്ച് ഈ വിശ്വാസത്തിൻ്റെ തെളിവ് പ്രദർശിപ്പിച്ചപ്പോൾ അത് പൗലോസ് മുദ്രയിടുകയായിരുന്നു. അതുപോലെ തന്നെ 29-ാം വാക്യത്തിലേക്ക്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിയോടുകൂടി വരും എന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായ അനുഗ്രഹത്തോടുകൂടിയായിരിക്കും വരുന്നത്. നേരത്തെ 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞതാണ്, ഐ വിൽ കം ടു യു ടു ഇമ്പാർട്ട് സം സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. ഞാൻ നിങ്ങളുടെ അരികിൽ വന്ന് വലിയ ആത്മീയ വരങ്ങൾ നിങ്ങൾക്ക് ഇമ്പാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന്. അപ്പോഴേ ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തി ആത്മീയ വരങ്ങളുടെ ഇമ്പാർട്ടേഷനോട് കൂടിയാണ് വരുന്നത്. അതിനുവേണ്ടിയാണ് അവിടെ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സമ്പൂർണത. എല്ലാവർക്കും ദൈവം കൃപാവരങ്ങളും ദാനങ്ങളും തന്നിട്ടുണ്ട്. എന്നാൽ പൗലോസിൻ്റെ കൈവപ്പോടുകൂടി ചില ഇമ്പാർട്ടേഷൻ നടക്കാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത്, 1:11 പറഞ്ഞത്, ആത്മീയ കൃപാവരങ്ങൾ അവർക്ക് നൽകാനായിട്ട് റോം സന്ദർശിക്കാനുള്ള ആഗ്രഹം നേരത്തെ പ്രകടിപ്പിച്ചത്. ഇപ്പോൾ അത് നിവർത്തിക്കും എന്നുള്ള പ്രത്യാശയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഇവിടെ ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിയോട് വരും എന്ന് പറഞ്ഞാൽ, ഐ ആം ഗോയിങ് ടു ഇമ്പാർട്ട് സം സ്പിരിച്വൽ ഗിഫ്റ്റ്. ഞാൻ നിങ്ങൾക്ക് ആത്മീയ വരങ്ങൾ തന്ന് നിങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പൂർത്തീകരിക്കും എന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് പറയുന്നത്. 30 തൊട്ട് 33 വരെ തനിക്ക് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കണം എന്നുള്ള പ്രാർത്ഥന റിക്വസ്റ്റാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ പിൻബലം ആത്മാർത്ഥമായി അപേക്ഷിക്കുന്ന ഒന്നാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്നുള്ള ഒരു ചിന്ത ഇവിടെ നമുക്ക് വരികയാണ്. യഹൂദവാദികൾ തനിക്ക് ഉപദ്രവം സൃഷ്ടിക്കുമെന്ന് ഭയപ്പെടുന്നു. കാരണം പൗലോസ് ഒരു തീവ്രവാദിയായിരുന്നു, യഹൂദൻ. അതിന് പൗലോസ് ഇപ്പോഴേ ഒരു ക്രിസ്തീയ തീവ്രവാദിയാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ. യേശുവിനെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആളെ നടത്തുന്ന ഇത് യഹൂദന്മാർക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് യഹൂദവാദികൾ തനിക്ക് മിക്കവാറും എന്തെങ്കിലും ഉപദ്രവം സൃഷ്ടിക്കും. അതുകൊണ്ട് യെരുശലേമിലേക്ക് വഴിയിൽ ധാരാളം അപകടങ്ങൾ കാണുന്നു എന്ന് മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ എനിക്ക് വേണ്ടി പോരാടണം എന്നുള്ള ഒരു ആഹ്വാനം പൗലോസ് ഇവിടെ ചെയ്യാണ്. ജാതികളും യഹൂദന്മാരും ഇടപഴകാറില്ല. ജാതികളുടെ സ്റ്റൈലും യഹൂദന്മാരുടെ സ്റ്റൈലും ഒക്കെ വ്യത്യാസമാണ്. പൗലോസ് ജാതികളുടെ കൃപയുടെ ശുശ്രൂഷകനായതിനാൽ അവനോട് യഹൂദന്മാർക്ക് രൂക്ഷമായ അല്ലെങ്കിൽ രൂഢമായ വിരോധമുണ്ടായിരുന്നു. യഹൂദന്മാർ വാസ്തവത്തിൽ അവിശ്വാസികളാണ്, കർത്താവ് യേശുവിനെ വിശ്വസിക്കാത്തവരാണ്, സത്യം അനുസരിക്കാത്തവരാണ്. അതുകൊണ്ട് യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരെയും ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്ന വിലക്കുന്നവരും ആകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ജാതികൾ കർത്താവിനെ അറിയാനായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനകത്ത് യാതൊരു റെലവൻസി ഇല്ല. യഹൂദർ കർത്താവിനെ ക്രൂശിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് പൗലോസ് ഇപ്പോഴേ അതിനുവേണ്ടി നിൽക്കുമ്പോഴേ പൗലോസിനെ അവരെ ഓടിച്ചു വിടുകയും അവരെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. റോമർ ഗവർണർ ആയിരുന്നല്ലോ യഹൂദയിൽ ഭരണമൊക്കെ. അതുകൊണ്ട് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാനായിട്ട് അവരുടെ മതപര കാര്യങ്ങളിൽ ഈ റോം ഇടപെടുകയും ആവശ്യത്തോളം അവരുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. കാരണം എന്താണ്? അവരോട് വിധേയത്വം പുലർത്തി പോന്നിരുന്നു, അവരുടെ സപ്പോർട്ട് ആവശ്യമായിരുന്നതിനാൽ. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയാണ്, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നോടുകൂടെ പോരാടണം. എന്തിനാ പോരാടുക എന്നൊരു വാക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? യേശുക്രിസ്തു ഗത്സമനയിലെ പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചപ്പോൾ
അഗണൈസ് ചെയ്ത്, ഗ്രീക്കിൽ അത് അഗോനിറ്റ്സോ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ആ വാക്കുമായിട്ട് ചേർന്നാണ് ഇവിടെ പ്രാർത്ഥനയിൽ പോരാടുവാൻ പറയുന്നത്. ദാറ്റ് മീൻസ് കൺസിസ്റ്റൻ്റ് പെർസിസ്റ്റൻ്റ് പ്രെയർ. ഹൃദയവും മനസ്സും ശരീരവും ഒരുപോലെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ജഡം ബലഹീനമാണ്. പ്രാർത്ഥന അധരങ്ങളായിട്ട് വന്നിട്ട് ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ആകാതെ ഡൈവേർട്ട് ചെയ്തു പോകാനുള്ള സാധ്യതയുള്ളപ്പോൾ ഇത് മൂന്നും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പോരാട്ടമാണ്. നിങ്ങൾക്കറിയാം, ലോങ്ങായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചിന്തകൾ പലയിടത്തോട്ടും മാറിപ്പോകും. പ്രാർത്ഥനയിൽ പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് റെഗുലറായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പോരാട്ടമാണ്. പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പല സ്ഥലങ്ങളിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ അതുകൊണ്ട് പ്രാർത്ഥനയിലെ പോരാടുക ഞങ്ങൾക്ക് വേണ്ടി മൂലഭാഷയിൽ അഗണൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കർത്താവായ യേശുവിൻ്റെ ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളിത് എൻഡ് ചെയ്യാണ്. സമാധാനത്തിന് ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞത് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് അവസാനം ഇതിനകത്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴേ ഇതിലെല്ലാം തന്നെ കാണുന്നത് പ്രത്യാശ നൽകുന്ന ദൈവം, സമാധാനത്തിൻ്റെ ദൈവം, സ്ഥിരതയും ആശ്വാസം നൽകുന്ന ദൈവം. ഈ പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 6-ാം വാക്യത്തിൽ സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നമ്മുടെ ഫെയ്ത്തിൽ സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് അവിടെ ഏതൊക്കെ കഷ്ടതയുണ്ടോ അവിടെ എല്ലാം നമുക്ക് ആശ്വാസം തരുന്ന ദൈവം. അത് 13-ാം വാക്യത്തിൽ പ്രത്യാശ തരുന്ന ദൈവം. നമ്മൾ ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലുള്ള പ്രത്യാശ. ഇവിടെ സമാധാനത്തിൻ്റെ ദൈവം 31-ാം വാക്യത്തിൽ സമാധാനത്തിൻ്റെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം. ദൈവത്തിൻ്റെ ഈ 3 ഡെഫിനിഷൻ പോലെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട്സ് പോലെ ഈ 3 കാര്യങ്ങൾ കാണും. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം, റോമർ 15:6. പ്രത്യാശ നൽകുന്ന ദൈവം, റോമർ 15:13. സമാധാനത്തിൻ്റെ ദൈവം, റോമർ 15:33. ഈ ദൈവം നമ്മളെ കൂടെ എന്നും ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ 15-ാമത്തെ അധ്യായം ഇവിടെ തീരുമ്പോഴേ നമ്മുടെ ടേക്ക് അവേസ് ഇതിനകത്ത് നിന്ന് എന്താണ്, ഈ അധ്യായത്തിൽ നിന്നുള്ള ടേക്ക് അവേസ് എന്താണ്? നമ്മൾ ഇത് ഒരുപാട് ആദ്യം തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് മുഖവരിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കുമായിരിക്കും. നമ്മൾ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് മറ്റുള്ളവരെ നമ്മൾ ബലഹീനരാണെങ്കിൽ കൂടിയും അവരെ നമ്മൾ വഹിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ബിലീവേഴ്സ് ആർ ടു റിസീവ് വൺ അനദർ. 13 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് പറഞ്ഞത്. ബിലീവേഴ്സായിട്ടുള്ള നമ്മൾ മറ്റുള്ളവരെ റിസീവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യപ്പെടുകയാണ്. 21 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള വാക്യങ്ങളിൽ അത് പ്രൂവ് ചെയ്യപ്പെടുകയാണ്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യപ്പെടുന്നത്? ധർമ്മശേഖരത്തിൽ പൗലോസ് പറയുന്നു, ജാതികളിൽ നിന്ന് കളക്ട് ചെയ്ത ആ ഫ്രൂട്ട്, ഇതിന് ഫ്രൂട്ട് എന്നാണ് 28-ാം വാക്യത്തിൽ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഈ ഫ്രൂട്ട് ഈ ദാരിദ്ര്യത്തിൻ്റെ ബദ്ധത്തിൽ അവർക്ക് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്തു. മഹാദാരിദ്ര്യം, കഷ്ടത ഇതൊക്കെ വന്നപ്പോൾ അവർക്ക് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്തു. അത് ധർമ്മശേഖരം കളക്ട് ചെയ്ത് കൊടുക്കുന്ന അനുഭവം, ഇതെല്ലാം ഒരു ഷെയറിങ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് വരുന്നത്. ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതം എന്ന് പറയുന്നത് അന്യോന്യം കരുതുകയും മ്യൂച്വലായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണെന്നുള്ളൊരു വലിയ ചിന്തയാണ് ഈ 1 മുതൽ 23 വാക്യങ്ങളിൽ വരുന്നത്. രണ്ടാമതിനകത്ത് കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൗലോസിൻ്റെ ശുശ്രൂഷ ഏത് രീതിയിലായിരുന്നു എന്നുള്ള കഴിഞ്ഞ 2 എപ്പിസോഡിനകത്ത് അത് പ്രത്യേകം പറഞ്ഞതാണ്. പൗലോസിൻ്റെ ശുശ്രൂഷ ഏത് രീതിയിലായിരുന്നു? പിന്നെ പൗലോസിൻ്റെ ശുശ്രൂഷ നമുക്കൊരു പ്രായോഗികമായിട്ടുള്ളൊരു പാഠം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കൃപയിൽ നിന്ന്, വേറൊരാളുടെ പണിതതിൻ്റെ മേളിലല്ല, ഗോസ്പലിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിൻ്റെ ശക്തിയിൽ, കർത്താവിനെ സന്നിധിയിൽ ബോസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മൾ തന്നെ സബ്മിറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ശുശ്രൂഷ അത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. അന്യോന്യം കരുതുക, നമ്മൾ ബിലീവേഴ്സിനെ റിസീവ് ചെയ്യുക, ബലഹീന സഹോദരനെ കരുതുക, അതുപോലെ തന്നെ ശുശ്രൂഷ പൗലോസ് ചെയ്ത പോലെ ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് കർത്താവിൻ്റെ സന്തോഷിക്കുന്ന അനുഭവം, ഇതെല്ലാം ഇതിനകത്ത് ഇടയ്ക്ക് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു.
ഈ 15-ാമത്തെ അധ്യായത്തിലെ 7 എപ്പിസോഡാണ് ചെയ്തതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതെല്ലാവർക്കും അത് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് ഞങ്ങളെ കേട്ട് പഠിച്ച് കർത്താവെ ഇത് അറിവ് ചീർപ്പിക്കുന്നവരായിട്ടല്ലല്ലോ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്നു. ഈ പൗലോസ് ഞങ്ങൾക്ക് മാതൃകയായി കാണിച്ച മിഷൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നവരായിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രേക്ഷിത ദൗത്യത്തിലെ ഈ വലിയ മിഷനിലെ ഞങ്ങളുടെ റോൾ എന്താണെന്ന് ഈ ദിവസങ്ങൾ ചിന്തിപ്പാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ചില വ്യക്തികൾ ബൈബിൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെ ഇത് കാണുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ അവിടെ മിഷൻ, അവിടെ ടെൻറ്റ് എൻലാർജ് ചെയ്യുവാനായിട്ട് കർത്താവെ, അവിടെ മിഷൻ മേഖലകൾ വർദ്ധിക്കുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ രീതിയിലാണോ ആ എൻലാർജ്മെൻറ്റ് വരുന്നത് അത് ഈ നാളുകൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില മിഷണറീസ്, ചില ദൈവവേല ചെയ്യുന്ന മക്കൾ ആരോഗ്യപരമായ ചില ക്ഷീണങ്ങളാൽ ഇരിക്കുന്നു. പ്രത്യേകിച്ച് പ്രഷറിൻ്റെ വേരിയേഷൻ, അതുപോലെ ഡയബറ്റിക്കായിട്ട് ഒക്കെ ഇരുന്ന് ട്രാവൽ ചെയ്യാൻ വയ്യാതെ ക്ഷീണത്തോടും ഇരിക്കുന്നു. ഞങ്ങളവരെ പ്രത്യേകിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും വിശ്വാസത്താൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം വലിയൊരു മിറക്കിൾ തരും. എൻ്റെ പ്രാർത്ഥനയോടൊന്നുമില്ല, നിങ്ങൾ ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുന്നതിനാൽ വലിയൊരു മിറക്കിൾ തരും. എല്ലാ ആ ഡയബറ്റിക്കായിട്ടുള്ള ഇഷ്യൂസും, എല്ലാ ആ പ്രഷറിൻ്റെ വേരിയേഷനും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂസും മിഷന് തടസ്സമായിരിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക എന്നുള്ള ആ വിളി ഏറ്റെടുത്തുകൊണ്ട് പൗലോസ് കാണിച്ചതുപോലെ ആ വലിയ ഡിസയറോട് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ പ്രിയ മക്കളെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.